ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തോൽപ്പിക്കാനുള്ള ഒരു അവസരം മുസ്ലിം ലീഗിന് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ലീഗ് മത്സരിക്കും, എന്താ സംശയം? മുസ്ലിം ലീഗ് ജയിക്കില്ലേ? 3-ാം സീറ്റിനെ കുറിച്ച് പ്രവർത്തകർക്കിടയിൽ വിഷമമുണ്ട് എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. പ്രവർത്തകർക്ക് വിഷമമില്ല, പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം നടത്തുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരല്ല, മാധ്യമപ്രവർത്തകരാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. LDF എടുക്കുമല്ലോ, ഞങ്ങൾ എതിരായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അവർ പറയുക, സ്വാഭാവികമല്ലേ? അത് അങ്ങനെ പ്രചരണമല്ലാതെ പാർട്ടിക്ക് അതൊരു പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടക്കുന്നില്ല. 3 സീറ്റ് ആഗ്രഹിച്ചിരുന്നു. ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ വിട്ടുവീഴ്ചകൾ എല്ലാവരും എടുക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ സംതൃപ്തരാണ്. കഴിഞ്ഞ കാലത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗും ജയിക്കും. ബാക്കിയുള്ള 18 മണ്ഡലങ്ങളിൽ കോൺഗ്രസും കേരള കോൺഗ്രസും RSPയും ജയിക്കും.